ഇവിടെ ഒരുത്തൻ രോഗിയായ അവന്റെ അച്ഛനെ ശുശ്രൂഷിക്കാൻ വയ്യാതെ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി പുറത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കെ വീടിന്റെ ജനൽ തുറന്നു വെച്ച് അച്ഛൻ പുതച്ചിരുന്ന പുതപ്പെടുത്ത് മാറ്റി ആ പുതപ്പും പുതച്ച് അച്ഛനെയും നോക്കി അവൻ ആ മുറിയിലിരിക്കുന്നു. പാവം അച്ഛൻ തണുത്ത് വിറച്ച് വിറങ്ങലിച്ച് മരിക്കുന്നു. ശേഷം അവൻ അവന്റെ അച്ഛന്റെ ശരീരം വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് തള്ളി ആ വീടിന് തീയും കൊളുത്തി ഒരു തെളിവും അവശേഷിപ്പിക്കാതെ അവിടെ നിന്നും പോകുന്നു. അവനെ കാത്തിരിക്കുന്നത് അവനെ പോലെ വിഷം നിറഞ്ഞ മനുഷ്യരാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി അവൻ ഒരു സർക്കസ് കമ്പനിയിലേക്ക് എത്തുന്നു. പക്ഷെ അവിടെ നടക്കുന്ന ക്രൂരതകൾ കണ്ട് അവൻ പോലും ഭയന്നുപോയി. എന്താണെന്ന് വെച്ചാൽ വീടില്ലാത്ത ഭിക്ഷക്കാരനെ പിടിച്ചുകൊണ്ടുവന്ന് ദിവസങ്ങളോളം ഭക്ഷണം നൽകാതെ കൂട്ടിലടച്ചിടുന്നു. ഷോ തുടങ്ങുമ്പോൾ വിശന്നു വലഞ്ഞ ആ മനുഷ്യന്റെ മുന്നിലേക്ക് ജീവനുള്ള കോഴിയെ വലിച്ചെറിയുന്നു. അതുകണ്ട് ആളുകൾ കൈതട്ടി ആഘോഷിക്കുകയാണ്. മറ്റു വഴികളില്ലാതെ അവൻ കോഴിയെ പച്ചയ്ക്ക് കടിച്ചു പറിച്ച് കഴിക്കുന്നു. എങ്കിൽ മാത്രമേ അവന് പിന്നീട് ഭക്ഷണം ലഭിക്കൂ. സോ പണമുണ്ടെങ്കിലേ ഈ സമൂഹത്തിൽ മര്യാദയുള്ളൂ എന്ന് നമ്മുടെ നായകൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ സർക്കസിൽ ജോലിക്ക് ചേർന്ന് അവൻ അവിടെ നിന്നും നിരവധി മാജിക് പഠിച്ചെടുക്കുന്നു. പിന്നീട് ഒരിക്കൽ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവൻ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട് പുറത്തെത്തി. ശേഷം പണക്കാർ കൂടുന്നിടത്ത് മാജിക് ഷോ നടത്തി അവൻ പണം സമ്പാദിക്കാൻ തുടങ്ങി. പിന്നീട് ഒരു ദിവസം അവൻ മരിച്ചുപോയവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒരു കോടീശ്വരനെ പറ്റിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇവനൊരു ഫ്രോഡാണെന്ന് അയാൾ കണ്ടുപിടിക്കുന്നു. അതോടെ ആ കോടീശ്വരനെ കൊന്ന് അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ അധികകാലമൊന്നും അവന് സന്തോഷത്തോടെ ജീവിക്കാനായില്ല. സ്വന്തം അച്ഛനെ കൊന്ന ആ ക്രൂരന്റെ മുഴുവൻ സമ്പാദ്യവും ഒരു പെണ്ണ് അവനെ കബളിപ്പിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവൻ വെറും പിച്ചക്കാരനായി മാറി.